തെരുവുനായ ആക്രമണം എന്ന വാർത്ത നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. ഇന്നിപ്പോൾ നേരം പുലർന്നപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത കൂടി പുറത്തേക്ക് വന്നു. ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ എ അസ്മയാണ്. മാഡം, ആളുകൾക്ക് സംശയങ്ങളുണ്ട്. പേവിഷബാധ ഏൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്കതിൽ നിന്നും പെട്ടെന്ന് മോചിതരാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും? പേവിഷബാധ ഏറ്റാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് മുറിവിൻ്റെ ഭാഗം കഴുകുക എന്നുള്ളതാണ്. റണ്ണിങ് വാട്ടറിൽ, ടാപ്പ് വാട്ടർ നല്ല ശക്തിയായിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കൊടുക്കലാണ് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷ. അതിനുശേഷം ആശുപത്രിയിൽ ഉടനെ തന്നെ സമയം നഷ്ടപ്പെടാതെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ IDRV, ഗുരുതരമായ മുറിവുകളിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ, റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ മുറിവുകൾക്ക് ചുറ്റും കൊടുക്കും. ഇതും പിന്നെ മുറിവുകളുടെ ഇതനുസരിച്ചിട്ട് ടെറ്റനസ് ടോക്സോയിഡ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഡോക്ടർമാർ കൊടുക്കുക വഴി നമുക്ക് ഇതിൻ്റെ ചികിത്സയുടെ സക്സസ് നിർണ്ണയിക്കാൻ പറ്റും. ഇപ്പം വലിയ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നും, അതിലേക്ക് വെള്ളം വന്നാൽ വീണ്ടും ബ്ലഡ് പോവോ, അതങ്ങനെ അമർത്തി കഴുകാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിനെന്താ നമുക്ക് മറുപടിയായിട്ട് പറയാം? ബ്ലഡ് ചീറ്റി പോകാത്ത സാഹചര്യങ്ങളുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുകാം. കഴുകിയിട്ട് ബ്ലഡ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പാഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള തുണി 4 മടക്കി വെച്ച് അമർത്തിയിട്ട് കുട്ടീനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അതിലിപ്പം നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകാം, നമ്മുടെ നഗ്ന ആയിട്ടുള്ള ഈ കൈകൾ കൊണ്ട്. പലപ്പോഴും ആൾക്കാർക്ക് അതൊരു പേടിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും കയ്യിലൊരു വീട്ടിലൊരു കയ്യുറ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറോ ഒക്കെ ചുറ്റിയിട്ട് ആ ഭീതി ഉണ്ടെങ്കിൽ അത് കഴുകി അതിനുള്ള ഒരു എഡ്യൂക്കേഷൻ വീട്ടിൽ ഒരു വ്യക്തിക്കെങ്കിലും, പ്രത്യേകിച്ചും അമ്മമാരാണല്ലോ കൂടുതലുണ്ടാവുക, ആരാണോ വീട്ടിൽ കുട്ടിയുടെ കെയർ ടേക്കർ അവർക്കത് ഉണ്ടായിരിക്കണം. മാഡം പറയുന്നത് വിഷാംശം ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് കുറേ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. കുറേ വാഷ് ഔട്ട്, വൈറസ് ലോഡ്, കുറേ അധികം വൈറസ് ലോഡ് ഈ സിമ്പിൾ സോപ്പ് ആൻഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലൂടെ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പം എല്ലാ ആനിമൽസിൻ്റെ ബൈറ്റ്സും, ഇപ്പം നമ്മൾ സ്നേക്സിൻ്റെ ഒക്കെ ബൈറ്റ്സൊക്കെ ഉൾപ്പെടെ കാണാറുണ്ട്. അതിലൊക്കെ ഈ ഒരു പോസിബിലിറ്റി ഉണ്ടോ, ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ? സ്നേക്സിലില്ല. ഇത് റേബീസ് പകർത്തുന്ന മൃഗങ്ങളുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ നാട്ടിൽ വൈൽഡ് ആനിമൽസ്, ഫോക്സ്, പിന്നെ ഡോഗ്സ്, കാറ്റ്സ്, ബാറ്റ്സ് നമ്മുടെ നാട്ടിൽ അങ്ങനെ പഴന്തിനി വവ്വാലുകളൊക്കെ ആയതുകൊണ്ടിട്ട് പകർത്തി കാണാറില്ല. അത് വെസ്റ്റിലൊക്കെ റിപ്പോർട്ട്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഈ മൃഗങ്ങൾ പിന്നെ മറ്റു മൃഗങ്ങളിലൂടെ പകരാം. ഉദാഹരണം വളർത്തു മൃഗങ്ങളായ പശു, ഇങ്ങനെയുള്ള മൃഗങ്ങളാണ് സാധാരണ. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ ശ്രദ്ധ വേണം. ഒരു പ്രിക്കോഷൻ യെസ്. മാത്രമല്ല പെറ്റ് ആനിമൽസിനെ വളർത്തുന്ന ആൾക്കാർ അവർക്കൊരു പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വീട്ടിൽ ചിലപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്ന ആനിമൽസിനെയും പെറ്റ്സ് ആയിട്ട് എടുക്കും. അവർ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മറ്റൊരു കാര്യവും കൂടി മാഡം, ഇന്നിപ്പോൾ നമുക്കൊരു 5.5 വയസ്സുകാരി കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് തലയ്ക്കും മുഖത്തും ഉൾപ്പെടെ പരിക്കുണ്ടായിരുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ ഈ തലയുടെ ഭാഗത്തെ കഴുത്തിന് മുകളിലേക്ക് വരുമ്പോഴാണോ ഇത്ര കണ്ട് ജീവൻ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള മുറിവുകളും അങ്ങനെ ജീവൽ ഭയമുള്ളത് തന്നെയാണോ? ലോകാരോഗ്യ സംഘടനയുടെ കാറ്റഗറി 3 എന്ന് പറയുന്ന എല്ലാ വൂൺസും സിവിയർ വൂൺസ് ആണ്. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ? 3 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വൂൺസ്, വളരെ ആഴത്തിലുള്ള മുറിവുകളിൽ നിന്ന് ബ്ലഡ് വരിക, ഇതെല്ലാം കാറ്റഗറി 3 ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ സ്ഥലം എന്നുള്ളതൊരു പ്രാധാന്യമല്ല. പക്ഷേ ഇതുപോലെയുള്ള ഫെയിലിയർ വരുമ്പോൾ നമ്മൾ നാച്ചുറലി ഏത് തലച്ചോറിൻ്റെ അടുത്ത് കിടക്കുന്ന വൂൺസിന് കുറച്ചും കൂടി ഒരു പ്രാധാന്യം നൽകും എന്ന് മാത്രം. എല്ലാ വൂൺസിനും ഒരേപോലത്തെ ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത്. പ്രഥമ ശുശ്രൂഷ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതെ, അതാണ് ഏറ്റവും പ്രധാനം. അതാണ്. അപ്പം അത്തരത്തിൽ അവബോധം ആളുകളിലേക്ക് കുറയുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അപകടത്തിലേക്ക് പോകുന്നത്, അല്ലേ? അതെ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ആനിമൽ ബൈറ്റ് കൺട്രോൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളും കൂടി. കാരണം മിക്കവാറും ആക്രമിക്കപ്പെടുന്നതും കീഴ്പ്പെടുത്തുന്നതും പ്രായമായവരെയും കുഞ്ഞുങ്ങളെയുമാണ്. സോ അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പിന്നെ വന്യജീവികളുടെ ആക്രമണം, ഫോക്സ്, ജക്കോൾ, ഇതൊക്കെ വർദ്ധിച്ചും വരുന്നുണ്ട്. സോ ഈ തരം ഏരിയകളിലും ഒന്ന് ശ്രദ്ധ പതിയേണ്ടതുണ്ട്. അപ്പം ഇനിയിപ്പം നേരത്തെ ഡോക്ടർക്ക് സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന ഒരു 2 മാസം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആക്രമണങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ജനുവരി തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഞങ്ങൾക്ക് കുറച്ചധികം അങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് ചികിത്സ നൽകി പോകുന്നുണ്ട്. എന്തോ ദൗർഭാഗ്യവശാൽ ഈ കുഞ്ഞിന് ആണ് ഇങ്ങനൊരു ഇഷ്യൂ വന്നത്.
ഇത്തരം സംഭവങ്ങൾ നിരവധിയായി വരുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രഥമ ശുശ്രൂഷ നൽകുക എന്നുള്ളത് തന്നെയാണ്. അതിന് മുൻതൂക്കം നൽകണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. ആ നിലയ്ക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.